ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഐക്യരാഷ്ട്ര സംഘടനയാണ് UNO. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതരയാണ് അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത് 1945 ഒക്ടോബർ 24-നാണ്. ആസ്ഥാനം ന്യൂയോർക്ക്, മാൻഹട്ടൻ, ന്യൂയോർക്ക്. യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. അംഗസംഖ്യ 193 ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടറാണ്. 1941 വർഷം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത് 1945 ഒക്ടോബർ 24-നാണ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ്. രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടറാണ്. 1941 വർഷം. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് US പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും. അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയന്, ബ്രിട്ടന്, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത മോസ്കോ കോൺഫറൻസ് നടന്നത് 1943 ഒക്ടോബർ നവംബറാണ്. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത ടെഹ്റാൻ കോൺഫറൻസ്. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? മോസ്കോ കോൺഫറൻസ് 1943 ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു. ടെഹ്റാൻ കോൺഫറൻസ് ആണെങ്കിൽ 43 നവംബർ 28 ടു ഡിസംബർ 1 വരെയായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട കോൺഫറൻസ് ആണ്. 1945 യാൾട്ട കോൺഫറൻസ് 1945. യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ. യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ. യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ്. യുണൈറ്റഡ് നേഷൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ്. ഐക്യരാഷ്ട്ര സഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനം വാഷിങ്ടൺ സമ്മേളനമാണ്. 1942. UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ എന്നാണ്. UN-ൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയാണ് UN ചാർട്ടർ. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മട്സ്. UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം വാഷിങ്ടൺ DC-യിലെ ഡംബാർട്ടൺ ഓക്സ് ആണ്. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-നാണ്. 1945 ജൂൺ 26. ചരിത്രത്തിൽ ആദ്യമായിട്ട് UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. അപ്പം UN ചാർട്ടർ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ അത് സംസ്കൃതമാണ്. UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. എന്നാണ് ഒപ്പുവെച്ചത്? 1945 ജൂൺ 26-നാണ് ഒപ്പുവെച്ചത്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. 1945 ജൂൺ 26-ന് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. എന്നാൽ UNO സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51ആണ്. 51ാമതായിട്ട് ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപക അംഗമായിട്ട് പരിഗണിക്കുന്നു. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-ന് തന്നെയാണ് ഇന്ത്യയും നമ്മുടെ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. അപ്പോൾ UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-നാണ്. UN-ൻ്റെ ഭരണഘടനയാണ് UN
ചാർട്ടർ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. വിവർത്തനം ചെയ്തത് ജിതേന്ദ്രകുമാർ ത്രിപാഠിയാണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ചതും 1945 ജൂൺ 26-നാണ്. അന്ന് 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. എന്നാൽ UN സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51. അപ്പോൾ 51-ാമതായിട്ട് ഒപ്പുവെച്ചത് പോളണ്ടാണ്. അപ്പോൾ അങ്ങനെ പോളണ്ടിനെയും സ്ഥാപക അംഗമായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. UN ഔപചാരികമായിട്ട് നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-ആണ്. അതുകൊണ്ട് UN ദിനം ഒക്ടോബർ 24-ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ്. UN പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20-നാണ്. 1947 ഒക്ടോബർ 20-നാണ് UN പതാക നിലവിൽ വന്നത്. UN പതാകയുടെ നിറം ഇളം നീല നിറമാണ്. ഇളം നീല പശ്ചാത്തലത്തിൽ ഒലിവ് ശാഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ UN ഔദ്യോഗികമായിട്ട് അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. UN അംഗമായ 29-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. UN ചിഹ്നം. ഇപ്പോൾ UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 7-നാണ്. UN പതാക 1947 ഒക്ടോബർ 20-ന്, ചിഹ്നം 46 ഡിസംബർ 7. UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാനാവശ്യമായിട്ടുള്ള 18 ഏക്കർ ഭൂമി സൗജന്യമായിട്ട് നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക് ഫെല്ലർ. UN ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ്. UN ആദ്യ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം ലണ്ടനാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോ. UN ഏറ്റവും ഒടുവിൽ അംഗമായ, അതായത് 193 അംഗരാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 193-ാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അപ്പോൾ 190 സ്വിറ്റ്സർലൻഡാണ്. 191 കിഴക്കൻ തിമൂറാണ്. 192 മോണ്ടിനെഗ്രോയാണ്. 193 ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാൻ UN അംഗമായത് 2011 ജൂലൈ 14-നാണ്. UN അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ. ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് തായ്വാനാണ്. UN നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തായ്വാനാണ്. UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 എണ്ണമാണ്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഫ്രസ്ക എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗീകരിക്കപ്പെട്ട ഭാഷയാണ് അറബിക്. വർഷം 1973-ആണ്. UN ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ UN പ്രധാന ഘടകങ്ങളുടെ എണ്ണം 6-ആണ്. അതൊക്കെയാണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി. അപ്പോൾ പൊതുസഭ ജനറൽ അസംബ്ലി, രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി അതായത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇതിൻ്റെ പ്രവർത്തനം 1994 മരവിപ്പിച്ചു. ഇനി പൊതുസഭ, UN ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെൻറ്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെയൊക്കെ വിശേഷണമുള്ള UN ഘടകമാണ് പൊതുസഭ. UN പ്രധാന ഘടകങ്ങളാണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി. അപ്പോൾ അതിൽ പൊതുസഭയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ UN ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെൻറ്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെയൊക്കെ വിശേഷണമുള്ള UN പൊതു ഘടകമാണ് പൊതുസഭ. വാക്ക് ഫാക്ടറി എന്ന് പരിഹാസ പേരിൽ അറിയപ്പെടുന്നു. ഇത് പൊതുസഭയാണ്.
ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. മനുഷ്യ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൊതുസഭയ്ക്കാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ലണ്ടനിലാണ്. UN-ലെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക UN ഘടകമാണ് പൊതുസഭ. അപ്പോൾ UN-ൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെൻറ്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെ വിശേഷണമുള്ള UN-ൻ്റെ പൊതുഘടകമാണ് പൊതുസഭ. വാക്ഫാക്ടറി എന്ന പരിഹാസ പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. മനുഷ്യ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൊതുസഭയ്ക്കാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ലണ്ടനിലാണ്. UN-ലെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക UN ഘടകം പൊതുസഭയാണ്. പുതിയ രാജ്യങ്ങൾക്കൊക്കെ അംഗത്വമൊക്കെ നൽകുന്നതും പൊതുസഭയാണ്. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡൻ്റാണ് പോൾ ഹെൻറിക് സ്പാക്ക്. പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിതയാണ്, ഇമ്പോർട്ടൻ്റാണ്, വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. പഠിച്ചു വച്ചേക്കണേ. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അപ്പോൾ പൊതുസഭയുടെ ഒരു 8ാമത്തെ പ്രസിഡൻ്റായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇമ്പോർട്ടൻ്റാണ്, പഠിക്കുക. UN പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കുവാൻ വേണ്ട ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷമാണ്. UN പൊതുസഭയിൽ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുവാൻ വേണ്ട ഭൂരിപക്ഷം. UN പൊതുസഭയിലെ അംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ വീറ്റോ അധികാരമില്ല. UN പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം 6 ആണ്. അപ്പോൾ ബാലാവകാശങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രഖ്യാപനം നടന്ന വർഷം 1989 അപ്പോൾ UN പൊതുസഭ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമ്മേളനം 2002 ചേർന്നിട്ടുണ്ട്. ഇനി അടുത്ത രക്ഷാസമിതിയാണ്. UN-ൻ്റെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഘടകമാണ് രക്ഷാസമിതി. ഏറ്റവും വലിയ ഘടകം എന്തായിരുന്നു? പൊതുസഭയാണ്. ഇനി സുപ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ശക്തവുമായിട്ടുള്ള ഘടനയാണ് രക്ഷാസമിതി. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN-ൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് UN എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയാണ്. UN-ൻ്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന ഘടകമാണ് രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവയൊക്കെ ഉറപ്പാക്കുന്ന UN-ൻ്റെ ഘടകമാണ് രക്ഷാസമിതി. രക്ഷാസമിതി അധ്യക്ഷൻ്റെ കാലാവധി 1 മാസമാണ്. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ജനുവരി 17-നാണ്. രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 15 ആണ്. ഇനി രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം 5 ആണ്. P5 രാഷ്ട്രങ്ങളാണ്: അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ. രക്ഷാസമിതിയുടെ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് സ്ഥിരാംഗങ്ങളാണ്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്താനുള്ള അധികാരമാണ് വീറ്റോ അധികാരം. അപ്പോൾ ഈ രക്ഷാസമിതിയിലെ ഈ P5 രാഷ്ട്രങ്ങൾക്കാണ് വീറ്റോ അധികാരം ഉള്ളത്. വീറ്റോ അധികാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥിരാംഗം വീറ്റോ അധികാരം ഉപയോഗിച്ചാൽ രക്ഷാസമിതിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാവാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം 9 വോട്ടാണ്. അതുപോലെ തന്നെ 5 സ്ഥിരാംഗങ്ങളുടെയും വോട്ട് നിർബന്ധമായിട്ടും നേടിയിരിക്കണം. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 10 ആണ്. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പൊക്കെ നടത്തുന്ന സഭയാണ് പൊതുസഭ. ഏറ്റവും കൂടുതൽ തവണ UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായിട്ടുള്ള രാജ്യം ജപ്പാനാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിച്ചിരിക്കേണ്ടത്. ഇനി സാമ്പത്തിക സാമൂഹിക സമിതി. UN-ൻ്റെ പ്രത്യേക ഏജൻസികളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ഇനി ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അംഗസംഖ്യ 54 തുടക്കത്തിൽ 18 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. UN-ൻ്റെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നതാണ് സാമ്പത്തിക സാമൂഹിക സമിതി. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. UN സർവകലാശാലയാണെങ്കിൽ
ടോക്കിയോ. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്ക. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവനൊക്കെ രക്ഷിക്കുന്നതിനെ ലക്ഷ്യമാക്കി UN ആരംഭിച്ച ഫണ്ടാണ് UN റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ട്. UN റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ട്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഇപ്പോൾ രൂപീകരിച്ച വർഷം 1945 തന്നെയാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിലാണ്. ആസ്ഥാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗാണ്. ഹേഗ്, നെതർലാൻഡ്. ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ജഡ്ജിമാരുടെ എണ്ണം 15. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിന്മേലൊക്കെ തീരുമാനമെടുക്കുവാൻ അധികാരമുള്ള UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിന്മേൽ തീരുമാനമെടുക്കുവാൻ അധികാരമുള്ള UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അംഗരാജ്യങ്ങളുടെയും UN ഏജൻസികളുടെയും നിയമ പ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന UN നീതിന്യായ വിഭാഗമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അതായത് UN പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകം ചോദിച്ചാൽ അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് സെക്രട്ടേറിയറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണമൊക്കെ നിർവഹിക്കുന്നത് ഘടകമാണ് സെക്രട്ടേറിയറ്റ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. സെക്രട്ടേറിയറ്റിൻ്റെ അധിപന് സെക്രട്ടറി ജനറലാണ്. രക്ഷാസമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. കാലാവധി 5 വർഷമാണ്. ഔദ്യോഗിക വസതിയാണ് മാൻഹാട്ടനിലെ സട്ടൺ പ്ലേസ്. UN പരിരക്ഷണ സമിതിയാണ്. UN ആ ഒരു സമിതി ഇപ്പം ഇല്ല. 1994 സസ്പെൻഡ് ചെയ്തു. UN കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റ് പ്രദേശങ്ങളുടെയൊക്കെ ഭരണം നിയന്ത്രിച്ചിരുന്ന പരിരക്ഷണ സമിതിയാണ്. അപ്പം ഇതിൽ ട്രസ്റ്റികളായിട്ട് 11 രാഷ്ട്രങ്ങളായിരുന്നു UN ഉണ്ടായിരുന്നത്. ഈ 11 ട്രസ്റ്റികളിലും സ്വതന്ത്രമായതോടെ ഈ സമിതി കാലഹരണപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യം പലാവുമാണ്. പലാവു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടായിട്ടും UN നമ്മൾ പഠിച്ചിരിക്കണം. UN കുറിച്ച് ഡീറ്റെയിൽസ്, പിന്നെ UN പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇപ്പോൾ ഇത്രയും പഠിക്കുക.